one I will bring for you, no problem. Okay? ഓക്കെ കഴിക്കണം കേട്ടോ. കഴിക്കും, ഞാൻ കഴിക്കും. ഈ ആർച്ച് അവൻ അനങ്ങുന്ന നോക്കി. ഓ, നമ്മുടെ ഗാരി നമുക്ക് ഇതേവരെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിസാംസ് വ്ലോഗ്. ഇന്ന് എൻ്റെ ഒപ്പം നിൽക്കുന്നത് ഗാരിയാണ്. ഗാരിയുടെ പപ്പ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, അപ്പോൾ ഗാരി ഫ്രണ്ടല്ലേ? ഗാരി ഫ്രണ്ടാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സാധനമാണ് ഞാൻ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് സീ ആർച്ചിൻ എന്ന് പറയുന്ന, അല്ലേ? അതെ, സീ ആർച്ചിൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. അത് ഡീപ് സീന്ന് കിട്ടുന്ന ഒരു സാധനമാണ്. നമുക്കിത് റോ ആയിട്ട് കഴിക്കാം. അത് ഗാരിയുടെ ഇൻഫർമേഷൻ ആണ്. അപ്പോൾ അതിനെ കുറിച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. ഗാരി, അപ്പൊ ഈ സിയാച്ചിൻ എന്ന് പറയുന്ന സാധനം എന്താണ്? സിയാർച്ചിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റോക്കി ബോട്ടത്തിൽ കാണുന്ന ടൈപ്പ് ഒരു സ്പൈക്കി ക്രീച്ചറാണ്. സ്പൈക്കി ക്രീച്ചർ അത് നമുക്ക് എഡിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ പൊതുവേ നമ്മുടെ നാട്ടിൽ ഇതാരും കഴിക്കാറില്ല. കാര്യം ഇതിന്റെ ആ ഒരു സ്ട്രക്ചറും അതിന്റെ ബോഡി സ്ട്രക്ചറും, പിന്നെ അത് ഹണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഡീപ് സീയിൽ പോയിട്ട് ഹാൻഡ്സ് ഉപയോഗിച്ചിട്ട് വേണം അത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് അത് അത്ര ഫെമിലിയർ അല്ല നമ്മുടെ നാട്ടിൽ. ജീവനുള്ള ഒരു സാധനമാണ് സീ ആർച്ച്, ഒരു ഷെൽഫിഷ് കാറ്റഗറിയിൽ വരുന്ന. അപ്പോൾ അതിൻ്റെ ഇത് കട്ട് ചെയ്തിട്ട് ഭയങ്കര ഈ ഓഷ്യൻ്റെ ഫ്ലേവറാണെന്നാണ് പറയുന്നത്. അത് പച്ചക്ക് കഴിക്കാമെന്ന്. അപ്പോൾ കൊണ്ടുവന്നാൽ നീ കഴിക്കണം എന്നാണ് പറഞ്ഞേക്കണേ. കൊണ്ടുവന്നാൽ ഞാൻ കഴിക്കും. കഴിക്കണ സാധനമാണെങ്കിൽ ഞാൻ കഴിക്കും കേട്ടോ. ഇത് കണ്ണൊക്കെ ഉണ്ട് കേട്ടോ, ശരിക്കും കണ്ണൊക്കെ ഉണ്ട്. ഇത് അവൻ അനങ്ങുന്ന നോക്കി. ഇവിടെ വെക്ക്. ഇവിടെ വില്ലിബായ്, ഇത് ശരിക്കും എന്ത് സാധന? സീ ആർച്ചിൻ എന്നാണ് പറയുന്നത്. തായ്ലൻഡ്സും അങ്ങനെയുള്ള നമുക്ക് ഞാൻ ദുബായിൽ വെച്ചിട്ടേ ഇതിന്റെ മൂവ്മെന്റ്സ് തന്നെ. ഇത് അനങ്ങുന്നുണ്ട്. ഇതിന് കണ്ണൊക്കെ ഉണ്ടല്ലേ? ഇതിന്റെ അടിവശം ഒന്ന് കാണിച്ചു തരാം. നശിപ്പിക്കണ്ട. ഓ, ഇതാണ് സ്റ്റാർ ടൈപ്പ് ആണ്. ഇതിന്റെ അകത്ത് എന്താ ഉള്ളത്? വില്ലിബായ്? ഇതിന്റെ അകത്ത് ഒരു ജെല്ല് ടൈപ്പ് സംഭവമാണ്. അത് നമുക്ക് കഴിക്കാം പച്ചക്ക്. അത് കഴിക്കണേ കണ്ടിട്ടുണ്ട് മറ്റേ തായ്ലൻഡ് ടീമൊക്കെ. താങ്ക് യു. നമ്മുടെ ഗാരി നമുക്ക് ഇതേവരെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. കഴിക്കാലോ. പിന്നെ ഗാരി ഒരു ഡോക്ടറാണ്, അല്ലേ? ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഓ, അത് എങ്ങനെയാ പൊട്ടിക്കണേ? ഇതാണ് കഴിക്കണ്ടേ? ഇതിനുള്ളിലാണ് കഴിക്കേണ്ടത്. ഇത് മേത്ത് മുട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ആണല്ലേ? ബോഡിയിൽ കയറി കഴിഞ്ഞാലേ ഇതിന്റെ ഒടിഞ്ഞു പോകും. അകത്തിരിക്കും അല്ലേ? അകത്തിരിക്കും. പിന്നെ അതെ, ഇവിടെ ഇതുണ്ടേ. ഏതിനാ? അയ്യോ, എനിക്ക് കഴിക്കണം. നീ കഴിക്കണം. ഈ സാധനേ നമ്മൾ കഴിച്ചേക്കുന്ന ഒരു ബ്ലാക്ക് കളർ സാധനം, നല്ല ജെറ്റ് ബ്ലാക്ക്. ഇതെങ്ങനെയാ? ഒന്ന് സംഭവം റെഡിയാക്കി തന്നെ. ആദ്യം എങ്ങനെ ഗാരി? ഒരു വെയിറ്റ് എടുത്തിട്ടേ ഇതിനോ ബ്രേക്ക് ചെയ്യും സാറേ. ഇത് ബ്രേക്ക് ചെയ്യാം. ഓക്കെ. ബ്ലഡിൽ പോലും കയറി. സാധനം തെറിച്ച് മേത്തോട്ട് വീഴുക. അതിന്റെ അകത്ത് എന്താണ് സാധനമൊക്കെ ഉണ്ടല്ലോ? മുട്ടയാ? യെല്ലോ കഴിക്കും. ഓ, എനിക്ക് തന്നെ ഒരു വർഷം ആ നൈഫ് തന്നെ. ഇതല്ലോ അത് കാണിച്ചേ. ഇതാണ് സാധനം.
ഒരു എഗ് യോക്കിന്റെ ടേസ്റ്റ്. എഗ് യോക്ക്, മുട്ടയുടെ ടേസ്റ്റ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഇത് കഴിക്കണോ അല്ലേ? കറക്റ്റ് യെല്ലോ. നൈഫ് എടുക്ക് കിട്ടുമോ? എനിക്ക് ഇച്ചിരി തന്നെ. എടുത്തോടെ. ഇതാണ് സാധനം. ആഫ്റ്റർ ടേസ്റ്റ് ഒരു മിൽക്കിന്റെ ടേസ്റ്റ്. മിൽക്ക് മീനടിക്കണോ അവിടെ? ഭയങ്കര അടി. ഭയങ്കര അടി. ഇച്ചിരി കൂടി തരുമോ? അതിൻ്റെ അകത്തല്ലേ? ഭയങ്കര ഉപ്പാ ഇതിനെ ഭയങ്കര സോൾട്ടി കണ്ടന്റാ. പക്ഷെ ഒരു വേറെ ഒരു ടേസ്റ്റാ. ഇത് കഴിയണോ ഇന്ന്? ഗ്യാരി ഇത് കഴിക്കോ? ചുമ്മാ അല്ല ഇങ്ങനെയൊക്കെ നടക്കണേ. കയറി കാടനായി പോയത് ഇതൊക്കെ കഴിച്ചിട്ടാ. അപ്പന് കൊടുക്കണല്ലേ? വില്ലുവായി കഴിക്കേ. അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം വണ്ടിയപ്പം ബോധമുള്ള ഒരാൾ ബാക്കി വേണ്ടേ? ഇതാണ് സാധനം. ടേസ്റ്റ് അതിൻ്റെ അകത്ത് മട്ട ഉണ്ട്. ആ വെളുത്ത് കാണുന്ന മട്ട. ആ മഞ്ഞ മാത്രമേ നമുക്ക് കഴിക്കാൻ കൊള്ളുള്ളൂ കേട്ടോ. മറ്റേതൊരു മട്ട പോലെ. നല്ല ഉപ്പാണ്, പക്ഷെ നല്ല ടേസ്റ്റാ. ഗ്യാരി താങ്ക്സ്. ഭയങ്കര ഇതിന്റെ മുള്ള് മേത്ത് കൊണ്ട് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ബ്രേക്ക് ആയി പോകുന്നു. അത് കാണിച്ചു. ഇതിന്റെ മുള്ളേ മേത്ത് കൊണ്ട ഇത് കണ്ട ഇങ്ങനെ ഒടിഞ്ഞു പോകും. ഒടിഞ്ഞിട്ട് അത് ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്ത് പോകുന്നല്ലേ പറഞ്ഞത്. സംഭവം ലൈക്ക് ഇതല്ലേ ശരിക്കും റഫാണത്. റഫ് ഇതേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രബിൾ ഹുക്ക് പോലെയാ. ഈ ആരോ ഭയങ്കര ഷാർപ്പാണെങ്കിലും വൺ സൈഡ് മാത്രമേ ഇത് കയറുള്ളൂ. തിരിച്ച് കയറുമ്പോഴത്തേക്ക് ഓരോ എന്താ നമ്മുടെ ഈ അരം എന്ന് പറയൂലേ, അതേപോലത്തെ ഒരു ആരാണ്. അപ്പൊ തിരിച്ചിറങ്ങി പോവില്ല. കുറച്ച് ടഫായിട്ട് വരും, കുറച്ച് ഫ്ലെക്ഷൻ ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗ്യാരിക്ക് ഈ നോളജ് എവിടെ നിന്നാണ് കിട്ടിയത് ഇങ്ങനെ കഴിക്കാന്ന്? ചൈനയിൽ. ഗ്യാരി ചൈനക്കാരനാട്ടാ. മറ്റേതുണ്ടോ? മറ്റേ സാധനം കൊറോണ കൊറോണയ്ക്ക് മുമ്പ് ചാടിപ്പോന്ന ചൈനക്കാരൻ. അപ്പൊ നമ്മുടെ ഈ സിയാച്ചിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്ന ഗ്യാരിയാണ്. ഈ സിയാച്ചിനെ കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോഴത്തേക്കും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ്. ഇത് ഒരു സ്പൈക്ക് നമ്മുടെ കടലിലെ മുള്ളംപന്നി അല്ലേ? മുള്ളംപന്നി ഈനാമ്പേച്ചി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അഗ്ലി അല്ല, ഭയങ്കര അഗ്രസീവ് ലുക്കാണ്. അതായത് നല്ല കാറ്റസ്, നമ്മുടെ കള്ളിമുള്ളിച്ചെടിയൊക്കെ ഭയങ്കര സ്പൈക്കി ആയിട്ടുള്ള കള്ളിമുള്ളിച്ചെടിയുടെ ആകൃതിയിലുള്ള സാധനം. ഇത് പ്ലാന്റ് ആണെന്ന് പലരും തെറ്റിദ്ധരിക്കും. ഇത് പ്ലാന്റ് അല്ല, ഇതൊരു ക്രീച്ചറാ അല്ലെ? കണ്ണും മൂക്കും വായും എല്ലാ സാധനവും ഉള്ള ഒരു ക്രീച്ചറാണ്. ഈ ക്രീച്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവനെ നമുക്ക് റോ ആയിട്ട് നമുക്ക് കഴിക്കാം. ഇതിന്റെ അകത്തുനിന്ന് അത് ശരിക്കും ഒരു പ്രോട്ടീൻ ഒരുപാട് പ്രോട്ടീൻ, മിനറൽസ്, ഒരുപാട് സിങ്ക്, ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഫൈബറിന്റെ ഒക്കെ എൻറിച്ച് ആയിട്ടുള്ള. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് കാണുക. ഈ സാധനത്തിന്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ പഴക്കമുള്ള കടലിലെ അണ്ടർ വാട്ടർ കല്ലുകൾ
ഇവൻ തുരക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടണൽ നമ്മുടെ ഈ റെയിൽവേ സർവീസിനൊക്കെ വേണ്ടിയിട്ട് ടണൽ ചെയ്യൂലേ, അതേപോലെ ഇവൻ വന്നിട്ട് ഈ സ്പൈക്കഡ് ആയിട്ടുള്ള സാധനം വന്ന് കല്ലയിൽ വന്നിട്ട് ആദ്യം വന്ന് പേസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ അകത്തുനിന്ന് ഇങ്ങനെ കടിച്ച് അകത്തോട്ട് പോകും. ഗ്രൈൻഡ് ചെയ്ത് പോകും. പാറക്കല്ല് തുളച്ച്. അപ്പൊ ഈ പാറക്കല്ലിന്റെ അകത്ത് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ഇവന്റെ ലെഗ്സ് ആണ് ഇവന്റെ പുറത്തുള്ള ഈ സ്പൈക്ക് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ നിങ്ങളിൽ പലരും ഇത് കണ്ടിട്ടുണ്ടാവില്ല. ഗ്യാരിക്ക് ഈ നോളജ് എവിടെ നിന്നാണ് കിട്ടിയത്? ഈ നോളജ് ശരിക്കും പറഞ്ഞാല് ഇത് ഒരു ഫുഡാണ്, ഇത് കഴിക്കാൻ പറ്റുന്നൊക്കെ ഞാൻ ചൈനയിൽ ചെന്നപ്പോഴത്തേക്കാണ് മനസ്സിലായി. അവിടുത്തെ സീ ഫുഡ് മാർക്കറ്റിൽ ചെന്നപ്പോഴത്തേക്കും ഒരുപാട് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യാത്ത ഒരു ഓയിസ്റ്റേഴ്സ്, നമ്മുടെ നാട്ടില് മറ്റേ മുരിങ്ങ ഇറച്ചി എന്നൊക്കെ പറയും. ഈ സാധനം ആണ് അവിടെ ഭയങ്കര എക്സ്പെൻസീവ് സാധനമായിട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടില് ആർക്കും പോലും വേണ്ട സാധനം ഇത്രയും എക്സ്പെൻസീവ് സാധനമായിട്ട് ആൾക്കാർ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് വാങ്ങുന്ന സംഭവം. അപ്പൊ അതിനൊപ്പം സീ അർച്ചിൻ അങ്ങനെ പല സാധനങ്ങളും ഇരിക്കണം. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് കഴിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതിന്റെ പുറകെ പോയത് ഇത് എങ്ങനെ കഴിക്കാൻ വേണ്ടി പറ്റും, ഇത് എങ്ങനെയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇതേപോലെ ഇങ്ങനെ നമ്മളിവിടെ കഴിക്കാതെ കിടക്കുന്ന സാധനം മുഴുവൻ കഴിക്കാനുള്ളതെന്നും പറഞ്ഞ് കഴിച്ചൊന്നും വരുത്തി വെക്കരുത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂവൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ കഴിച്ചത്. വെറുതെ പോയിട്ട് അവരുടെ ആ ചാനലിലൊക്കെ അവരെല്ലാ സാധനവും കടലിൽ നിന്ന് കിട്ടണമെന്ന് തോട്ടിൽ നിന്ന് കിട്ടണമൊക്കെ കഴിക്കുന്നുണ്ട്. അതേപോലെ ഒന്നും ആരും ഉദ്യമത്തിന് മുതിരരുത്. അപ്പൊ എന്തായാലും സിയാച്ചിനെ കുറിച്ചുള്ള കുറച്ച് ഫാക്ട്സ്, പിന്നെ ഇത് ഭയങ്കര ഭയങ്കരമായിട്ട് റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ്. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെ എന്തായിരുന്നു ഗ്യാരി അതിന്റെ ടേസ്റ്റ് അല്ലേ, നല്ലൊരു എന്താ പറയാ, ഒരു എഗ് യോക്ക്, അങ്ങനത്തെ ഒരു ഫ്ലേവർ, ഒരു നമുക്ക് ആ ഒരു ഓഷ്യനിക് ഫീൽ വെള്ളത്തിനടിയിൽ ആ ഒരു ടേസ്റ്റ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡിയോഡ്രന്റിനൊക്കെ ഈ ഓഷ്യൻ ഫീൽ, ഓഷ്യൻ ടേസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ, ഓഷ്യൻ സ്മെല്ല്. പക്ഷെ ഓഷ്യൻ ടേസ്റ്റ് ഈ മറ്റേ കോക്ടൈൽസിലും മോക്ടൈൽസിലും ഒക്കെ ഓഷ്യന്റെ ഒക്കെ പേരിൽ പല സാധനം ഉണ്ടെങ്കിലും റിയൽ ഓഷ്യൻ കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സോൾട്ടിന്റെ സ്മെല്ല്, ഒരു സ്മെല്ല്. പക്ഷെ ഭയങ്കര സ്വീറ്റ് ആണ്, ഭയങ്കര ടേസ്റ്റിയാണ് ഈ സാധനം. അതെ, ഒരു എഗ് യോക്ക് ആ ഒരു പൊട്ടിക്കാട് വായിലേക്ക് കഴിച്ചാൽ ആ ഒരു ഹാർഡ്നെസ്, ആ ഒരു ഫീലാണ് ശരിക്കും സാധനത്തിൽ കിട്ടുന്നത്. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മളിപ്പോ ഈ നമ്മുടെ ചാനലിൽ കാണിക്കുന്നത്. നമ്മുടെ ഉദ്യമങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറെ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഈ ക്യാരി ആയിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ കുറെ ഗുണം എന്താണെന്നറിയാം, ഇവനൊക്കെ കുറെ സാധനങ്ങൾ അറിയാം, ഇതേപോലത്തെ സാധനങ്ങൾ. നമ്മളിത് വിശ്വസിച്ച് നമ്മൾ സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കഴിച്ച് ചിലപ്പോൾ വട്ടായി പോവുക, അല്ലെങ്കിൽ മത്തായി പോവുക, അല്ലെങ്കിൽ തട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ കഴിക്കാൻ പറ്റുന്ന എഡിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. പിന്നെ ഈ സിയാച്ചിനൊക്കെ പല കളറിലും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് പോയിസണസ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടോ? സിയാച്ചിൽ പൊതുവെ പോയിസണസ് ആയിട്ടുള്ള അങ്ങനെ ത്രെറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. ഒരുവിധപ്പെട്ട എല്ലാവർക്കും കഴിക്കാന്നാ പറയുന്നത്. അതിൻ്റെ അത് അങ്ങനെ ഹാംഫുൾ ആയിട്ടോ അല്ലെങ്കിൽ പേടിക്കാനുള്ള ഒരു കാര്യം. പക്ഷെ ഇവനെ പിടിക്കുമ്പോഴും ഹാൻഡിൽ ചെയ്യുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിച്ചേക്കണം. ഭീകരമായ സ്പൈക്കാണ്, ഭീകരമായ സ്പൈക്ക്. പിന്നെ വൺ സൈഡ് ഒരു അരം പോലെ ഉണ്ട്. അപ്പൊ മേത്തോട്ട് കയറി അപ്പൊ തന്നെ ഇത് ഒടിഞ്ഞു. ഭയങ്കര ടെമ്പർ ഉള്ള സ്പൈക്കാ. ശരിക്കും നമ്മുടെ ഈ പെൻസിലിന്റെ ഉള്ളില് മോനെ ഇരിക്കില്ല, അങ്ങനത്തെ ഒരു സംഭവം. മേത്തെങ്ങാനും പയ്യെ മുട്ടിയാൽ തന്നെ ഒടിഞ്ഞ അതിന്റെ ടിപ്പ് മേത്തിരിക്കും. അത് തിരിച്ച് നമുക്ക് ഊരിയെടുക്കണമെങ്കിലും ഇൻഫെക്ഷൻ ഉറപ്പായിട്ട് ഇൻഫെക്ഷൻ ആവുന്നതാണ് പറയുന്നത്. ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട, പയ്യ കീറിയിട്ടൊക്കെ എടുത്തു കളയേണ്ടി വരും. പക്ഷെ കുറച്ച് കഷ്ടപ്പാടാണ്, കുറച്ച് പെട്ടുപോകും. അപ്പൊ ശരിക്കും സ്റ്റഡി ചെയ്തിട്ടൊക്കെ ഇതിലേക്കൊക്കെ ഇറങ്ങാവുള്ളൂ. അതെ. അപ്പൊ നമ്മുടെ ചാനലിൽ ഇതേപോലെയുള്ള വ്യത്യസ്തമായ സാധനങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ കവർ ചെയ്തെത്തിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കീപ് ട്യൂണിങ് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ. ഇറ്റ്സ് മീ നിസാം.